ഹലോ ഫ്രണ്ട്സ്, 100 ഡേയ്സ് ഫിനാൻഷ്യൽ ബുക്ക് സമ്മറി ചലഞ്ചിലേക്ക് സ്വാഗതം. പണം സമ്പാദിക്കുന്നത് ഭാഗ്യത്തിൻ്റെ മാത്രം കളിയാണോ? അങ്ങനെയെങ്കിൽ ഈ സംഗ്രഹം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. ലൂയിസ് ഈ പുസ്തകത്തിൽ പറയുന്നത് സമ്പത്ത് നേടുന്ന ഒരു മാനസിക പ്രക്രിയ എന്നാണ്. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ പണത്തിൻ്റെ ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി വരാൻ തുടങ്ങും. മിക്ക ആളുകളും പണത്തെ ഭയപ്പെടുന്നുവെന്നും അതൊരു ഭാരമായി കണക്കാക്കുന്നുവെന്നും സമ്പന്നനാകുന്നത് തങ്ങൾക്ക് അസാധ്യമാണെന്ന് ചിന്തിക്കുന്നതായി ലൂയിസ് പറയുന്നു. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. പണം നിങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി ഒഴുകിയെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ പുതിയൊരു രൂപത്തിലേക്ക് മാറ്റണം. നിങ്ങളുടെ സാമ്പത്തിക വിജയം നിങ്ങളുടെ ആത്മബോധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ സ്വയം ദാരിദ്ര്യത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരാളായി കാണുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളും അതേ ദിശയിലായിരിക്കും. എന്നാൽ നിങ്ങൾ സ്വയം സമ്പന്നനായി കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചിന്തയിലും ആത്മവിശ്വാസത്തിലും പ്രവർത്തന ശൈലിയിലും വലിയ വലിയ മാറ്റങ്ങൾ വരും. ഓരോ വ്യക്തിക്കും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന പ്രത്യേക കഴിവുകളുണ്ടെന്നും ലൂയിസെ പറയുന്നു. പലപ്പോഴും ഭയം നമ്മുടെ കഴിവുകളെ മറച്ചു വയ്ക്കാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു. നാം പരാജയത്തെയും വിമർശനങ്ങളെയും ഭയപ്പെടുന്നു. ഈ ഭയമാണ് നമ്മെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നത്. ഈ പുസ്തകത്തിൽ ലൂയിസിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു പ്രചോദനാത്മകമായ കഥയുണ്ട്. അദ്ദേഹം ഒരു കായിക താരമാണ്. എന്നാൽ പരിക്ക് കാരണം കരിയർ അവസാനിച്ചു. തൊഴിലില്ലായ്മ ഉള്ള ഒരു സഹോദരന്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെ തിരിച്ചറിഞ്ഞു. ഞാൻ എൻ്റെ കഥ പങ്കുവച്ചാൽ ഒരുപക്ഷെ ആർക്കെങ്കിലും സഹായകമായേക്കാം എന്ന് ചിന്തിച്ചു. അവിടെ നിന്നാണ് ആർക്കെങ്കിലും സഹായമാകാം എന്ന ഒരു പുസ്തകം അദ്ദേഹം കെട്ടിപ്പടുത്തത്. അദ്ദേഹം ഓൺലൈനിൽ തനിക്കായി ഒരു വ്യക്തിത്വം കെട്ടിപ്പടുത്തു, ആളുകളെ സഹായിച്ചു, പതുക്കെ പണവും ബഹുമാനവും നേടാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. ഈ പുസ്തകം പറയുന്നത് പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം മാത്രം പോരാ, വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കഠിനാധ്വാനത്തേക്കാൾ എത്രയോ ഫലപ്രദമാണ് സ്മാർട്ട് വർക്ക് എന്ന് ലൂയിസ് പറയുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ ഊർജം ശരിയായ സ്ഥലത്ത് ഉപയോഗിക്കുക. ഏതൊക്കെ ജോലികളിലാണ് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ഏതൊക്കെയാണ് സമയം പാഴാകുന്നതെന്നും മനസ്സിലാക്കുക. അദ്ദേഹം മണി മേക്കിംഗ് മെഷീൻ എന്നൊരു മാതൃകയെപ്പറ്റി പറയുന്നു. അതിന് 3 ഘട്ടങ്ങളുണ്ട്. ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു മൂല്യം സൃഷ്ടിക്കുക. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറുള്ള ഒരു പ്രേക്ഷക വൃന്ദത്തെ ഉണ്ടാക്കുക, ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രേക്ഷകരിൽ നിന്ന് വരുമാനം നേടാനുള്ള വഴികൾ കണ്ടെത്തുന്നതാണ് 3ാമത്തെ വഴി. ഈ 3 ഘട്ടങ്ങളും ലളിതമെന്ന് തോന്നാമെങ്കിലും ഇത് പൂർത്തിയാക്കാൻ ക്ഷമയും ആത്മവിശ്വാസവും കഠിനാധ്വാനവും ആവശ്യമാണ്. അദ്ദേഹത്തിന് പലതവണ തിരസ്കരണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും തോൽവി സമ്മതിച്ചില്ല. പണം ഒരു നിരന്തരമായ ഒഴുക്കാണെന്ന് ലൂയിസ് വിശദീകരിക്കുന്നു. അതിനെ ആകർഷിക്കാൻ ഏറ്റവും പ്രധാനം സ്വയം അതിന് യോഗ്യനാക്കുക എന്നതാണ്. നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ വൈദഗ്ധ്യം നേടുകയും സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പണത്തെ ആകർഷിക്കുന്ന ഒരു ഊർജ്ജം നിങ്ങളിൽ ഉണ്ടാകുന്നു. ഞാൻ എങ്ങനെ ആളുകളെ സഹായിക്കും എന്നതാണ് പണം സമ്പാദിക്കുന്നതിലെ അടിസ്ഥാന ചോദ്യമെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോൾ പണം തനിയെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. നിങ്ങളുടെ കഴിവ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? നിങ്ങൾ സ്വയം ചോദിക്കണമെന്ന് ലൂയിസ് നിർദ്ദേശിക്കുന്നു. ഒഴിവ് സമയങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഏത് ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ സ്വയം മറക്കുന്നത് അല്ലെങ്കിൽ സമയം മറക്കുന്നത്? ഏത് കാര്യങ്ങളിലാണ് ആളുകൾ എന്നോട് സഹായം ചോദിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ സവിശേഷമായ കഴിവിനെ തിരിച്ചറിയിക്കാൻ സഹായിക്കും. അതിനെ നിങ്ങൾക്ക് പണമാക്കി മാറ്റാനും കഴിയും. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്ത് സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റിലും എല്ലാവർക്കും അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആശയവിനിമയത്തിൽ കഴിവുണ്ടെങ്കിൽ, ആളുകളെ പ്രചോദിപ്പിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരം അറിയാമെങ്കിൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം. ലൂയിസ് തൻ്റെ ദ സ്കൂൾ ഓഫ് ഗ്രേറ്റ്നെസ് എന്ന പേരിൽ ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട്. അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ചിന്തയിൽ മാറ്റം കുറിച്ചു. തുടക്കത്തിൽ അദ്ദേഹത്തെ ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ അദ്ദേഹം നിരന്തരമായി മികച്ച കണ്ടന്റ് നൽകുകയും വിജയം നേടുകയും ചെയ്തു. സ്ഥിരതയാണ് വിജയത്തിൻ്റെ താക്കോലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ദിവസേനയുള്ള ചെറിയ ചുവടുകളാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. വിജയത്തിലേക്കുള്ള വഴി എളുപ്പമല്ല, പക്ഷേ അസാധ്യവുമല്ല. നിങ്ങളുടെ ചിന്തയുടെ ശക്തി. സമ്പന്നനാകാൻ വലിയ വിഭവവും മൂലധനവും വേണമെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥ മൂലധനം നിങ്ങളുടെ ചിന്തയും സമയവും ഊർജവുമാണ്. നിങ്ങൾ സ്വയം പണത്തിന് യോഗ്യനാണെന്ന് കരുതാവുന്നിടത്തോളം കാലം പണം നിങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു സാധാരണ വ്യക്തിക്കും ശരിയായ രീതിയിൽ സമയം ഉപയോഗിച്ച് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പണത്തിൻ്റെ ഒഴുക്ക് ആരംഭിക്കും. നിങ്ങളുടെ ദൈനംദിന ശീലങ്ങൾ ശ്രദ്ധിക്കുക. ഫലം നൽകാത്ത കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അതേ ഫലങ്ങൾ മാത്രമേ ലഭിക്കൂ. നിങ്ങൾ പുതിയത് പഠിക്കുകയും പുതിയത് ചെയ്യുകയും സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാറ്റം വരും. വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ എന്താണ് വേണ്ടതെന്നും എന്തുകൊണ്ടാണ് വേണ്ടതെന്നും അറിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. സമയം പോകുന്നത് അറിയാത്ത വിധം നിങ്ങൾ മുഴുകുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കണം. കാരണം അത് തന്നെയായിരിക്കും നിങ്ങളുടെ ശക്തി. ഭയത്തെ അതിജീവിച്ച് മൂല്യം മനസ്സിലാക്കുക.
ആളുകൾ പലപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്നു, കാരണം അവർ പരാജയത്തെയും വിമർശനങ്ങളെയും ഭയക്കുന്നു. എന്നാൽ പരാജയം വിജയത്തിലേക്കുള്ള പടിയാണ്. എത്ര വേഗം നിങ്ങൾ വീഴുന്നുവോ അത്ര വേഗം നിങ്ങൾ പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. ഭയത്തെ നിങ്ങളുടെ വഴികാട്ടിയായി കാണുക, അതിൽ നിന്ന് ഓടിപ്പോകരുത്. എന്നാൽ പണം സമ്പാദിക്കുന്നതിനിടയിൽ സ്വയം നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. യഥാർത്ഥ സമ്പത്തിൽ ആരോഗ്യവും ബന്ധവും മാനസിക സന്തുലിതാവസ്ഥയും ഉൾപ്പെടുന്നു. അടുത്തതാണ് നെറ്റ്വർക്കും ലക്ഷ്യവും. തനിച്ചുള്ള യാത്ര വേഗത കുറയ്ക്കും. ശരിയായ ആളുകളോടൊപ്പമുള്ള യാത്രയിൽ വേഗത കൂടും. അതിനാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പോസിറ്റീവ് ചിന്താഗതി പുലർത്തുകയും ചെയ്യുന്ന ആളുകളുമായി എപ്പോഴും ബന്ധം പുലർത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തവും കൃത്യവുമാക്കുക. എല്ലാ ദിവസവും രാവിലെ അവ ആവർത്തിക്കുക, എഴുതുക, അവ പൂർത്തിയായതായിട്ട് സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ആ ദിശയിൽ പ്രവർത്തിപ്പിക്കും. അടുത്തതാണ് പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്. പണം സമ്പാദിക്കാൻ ഒരു പ്രശ്ന പരിഹാരനാകേണ്ടത്, അതായത് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ആരുടെയെങ്കിലും ആവശ്യം നിറവേറ്റുമ്പോൾ അവർ നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം നൽകുന്നു. സ്ഥിരത കൊണ്ട് മാത്രമേ വിജയം ലഭിക്കൂ. നിങ്ങൾ എത്ര കഴിവുള്ളവനാണെങ്കിലും എല്ലാ ദിവസവും ചെറിയൊരു ചുവടുവെപ്പ് നടത്തേണ്ട അത്യാവശ്യമാണ്. അതോടൊപ്പം കൃതജ്ഞതയുടെ മനോഭാവം നിലനിർത്തുക. നിങ്ങളുടെ പക്കലുള്ളതിന് നന്ദിയുള്ളവരായിരിക്കുക. ഇത് നിങ്ങളുടെ പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കും. അടുത്താണ് പണം സമ്പാദിക്കുന്നത് ഒരു കലയാണ്, അത് കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു കലയാണ്. പണം ലാഭിക്കുമ്പോൾ അത് ആവശ്യങ്ങൾ, സമ്പാദ്യം, നിക്ഷേപം എന്നിങ്ങനെ 3 ഭാഗങ്ങളായി തിരിക്കുക. നിക്ഷേപത്തിലൂടെ പണം വളരുന്നു, പക്ഷെ ക്ഷമയും ആവശ്യമാണ്. മുളയുടെ മരം പോലെ ആദ്യം ഭൂമിക്കടിയിൽ വേരുകൾ ഉറപ്പിക്കുകയും പിന്നീട് അതിവേഗം വളരുകയും ചെയ്യുന്നു. നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിനും ഇതുപോലെ സമയമെടുത്തേക്കാം. സമ്പന്നമായ മാനസികാവസ്ഥ. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ എപ്പോഴും കുറവുകൾ കാണുന്നു, അതേസമയം സമ്പന്നമായ ചിന്താഗതിയുള്ളവർ അവസരങ്ങൾ കണ്ടെത്തുന്നു. മാനസികാവസ്ഥ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. പഠിക്കുക, സമയത്തെ ബഹുമാനിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളോട് അടുത്ത് പ്രവർത്തിക്കുക. അടുത്താണ് പ്രവൃത്തി, പ്രചോദനം, വരുമാന സ്രോതസ്സുകൾ. സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ല. പ്രവൃത്തി അത്യാവശ്യമാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുക. നിരാശയും വിമർശനവും വരും, എന്നാൽ എന്തിനാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് സ്വയം ചോദിക്കുക. വിജയത്തിനായി ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് നിങ്ങളുടെ അപകട സാധ്യതയെ കുറയ്ക്കും. അടുത്താണ് മൂല്യവും ക്ഷമയും. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പുരോഗതി കൊണ്ടുവരുമ്പോൾ പണം വരുന്നു. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി എന്ത് നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ക്ഷമയോടെ ഇരിക്കുക, കഠിനാധ്വാനം തുടരുക. ഒരു ദിവസം നിങ്ങളുടെ വിജയം തീർച്ചയായും ഉണ്ടാവും. സാമ്പത്തിക ശാക്തീകരണം. സുഹൃത്തുക്കളെ, പണം സമ്പാദിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് ചിന്തയുടെയും ശീലങ്ങളുടെയും ഫലമാണിത്. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ, കഠിനാധ്വാനം ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പണം താനേ വരും. പണം സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദിത്തമാണ്. അതിനെ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒരു ശക്തിയായി കാണുക. അതുകൊണ്ട് ഇന്നൊരു പുതിയ ചുവടുവെപ്പ് നടക്കുക. പണം സമ്പാദിക്കാനും കൈകാര്യം ചെയ്യാനും വർദ്ധിപ്പിക്കാനുമുള്ള കല പഠിക്കുമെന്നുള്ള സ്വയം വാഗ്ദാനം ചെയ്യുക. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ലോകവും മാറും. ഓർക്കുക, നിങ്ങൾ എളുപ്പമാണെന്ന് കരുതിയാൽ പണം സമ്പാദിക്കുന്നത് വളരെ എളുപ്പമാണ്. അടുത്താണ് ആത്മനിയന്ത്രണവും സാമ്പത്തിക സ്വാതന്ത്ര്യവും. പണം സമ്പാദിക്കുന്ന പ്രക്രിയയിൽ ആത്മനിയന്ത്രണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വരുമാനം ലഭിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലവുകൾ നിയന്ത്രിക്കുക, ബജറ്റ് ഉണ്ടാക്കുക, അനാവശ്യ ചിലവുകളെ ഒഴിവാക്കുക എന്നിവ ദീർഘകാല സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചുവടുകളാണ്. അടുത്തതാണ് പഠനത്തിന്റെ നിരന്തര പ്രക്രിയ. സാമ്പത്തിക സാക്ഷരതയുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് നിക്ഷേപം, നികുതി ലാഭിക്കൽ, സമ്പത്ത് സ്വരൂപിക്കൽ എന്നിവയിൽ മികച്ച ഓപ്ഷനുകൾ കണ്ടെത്താൻ സാധിക്കും. വിപണിയിലെ പുതിയ സാങ്കേതിക വിദ്യകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് വളരെയധികം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് സഹായമാവും. നിങ്ങളുടെ സ്വപ്നങ്ങളെ തീർച്ചയായിട്ടും ലക്ഷ്യങ്ങളാക്കുക. സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങളാക്കി മാറ്റുമ്പോൾ മാത്രമേ അവ പൂർത്തിയാകുന്നുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. അത് നേടുന്നത് വളരെയധികം എളുപ്പവും. ഓരോ ലക്ഷ്യം പൂർത്തിയാകുമ്പോൾ സ്വയം അഭിനന്ദിക്കുക. സുഹൃത്തുക്കളെ, പണത്തിന്റെ യാത്ര ധനസമ്പാദനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനും സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാനുമുള്ള ഒരു മാധ്യമമാണ്. ഓൾ ദി ബെസ്റ്റ്.